എല്ലാവർക്കും നമസ്കാരം. സാൻ ഫാമിലി സ്റ്റോറീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നമുക്ക് സ്വാഗതം. ബേഷ് കുസോൺ എന്ന് പറയുന്ന ഈ ഒരു വലിയൊരു പുലാവ് സെന്ററിലാണ് പോകുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു പുലാവ് സെൻ്ററായ ബേഷ് കുസോൺ എന്നറിയപ്പെടുന്ന ഈ ഒരു പുലാവ് സെൻ്ററിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ വന്നേക്കുന്നത്. ഈ രാവിലെയാണ് നമുക്കിവിടെ വരേണ്ടത്. രാവിലെ വരികയാണെങ്കിൽ ഇവരിവിടെ പുലാവ് പ്രിപ്പയർ ചെയ്യണ കുറേ കാഴ്ചകളൊക്കെ നമുക്കിവിടെ കാണാം. വിറക് വെച്ചിട്ടുണ്ട്. അടുപ്പുകൾ കുറേ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വരാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് പുലാവാണ് കേട്ടോ. നമുക്ക് പുലാവിന് എണ്ണ ഒരുപാട് എണ്ണ ഉപയോഗിച്ചിട്ടാണ് ഈ പുലാവ് ഉണ്ടാക്കുന്നത് കേട്ടോ. ബേഷ് കുസോൺ എന്ന് പറയുന്ന വലിയൊരു പുലാവ് സെൻറ്റർ നമ്മളെപ്പോഴും ടൂറിസ്റ്റുകൾ മസ്റ്റായിട്ട് വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. ഇതൊരു പ്രത്യേക ടൈപ്പ് ഒരു ആടുണ്ട്. ആടിൻ്റെ ചന്തിയിലെ കൊഴുപ്പ് അത് ഭയങ്കര ഒരു വീർത്തേക്കുന്ന നെയ്യ് മുറ്റിയൊരു ആടാണ്. ആ ആടിൻ്റെ ചന്തിയിലെ കൊഴുപ്പാണ് കൂടുതൽ യൂസ് ചെയ്യണത് ഈ പുലാവ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ഇതേപോലുള്ള വലിയ വലിയ ഈ പാത്രങ്ങളിലാണ് ഇവരുടെ പുലാവ് ഉണ്ടാക്കുന്നത്. ഏകദേശം 350 കിലോഗ്രാം ഭാരമുള്ള ഈ കാണുന്ന ഈ പുലാവിൻ്റെ ഈ പാത്രം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അരി പുലാവ് ഉണ്ടാക്കുന്ന പാത്രങ്ങളിൽ ഒന്നാണ്. പ്രാദേശികമായി പ്ലോവ് എന്നറിയപ്പെടുന്ന ഈ വിഭവം ഉസ്ബെക്കിസ്ഥാൻ്റെ ദേശീയ വിഭവമാണ്. ഉസ്ബെക്കിസ്ഥാനിലെ ദേശീയ ഭക്ഷണമായ പുലാവ് ഇവിടെ വന്നതിനെക്കുറിച്ച് പല പല കഥകളുണ്ട്. അതിൽ ചെറിയൊരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഏകദേശം 13-ാം നൂറ്റാണ്ടിൽ പേർഷ്യയിൽ നിന്നാണ് പ്ലോവിൻ്റെ ആദ്യത്തെ പാചകക്കുറിപ്പ് വന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇതേപോലുള്ള സമാന ചേരുവകൾ ഉപയോഗിക്കുന്ന ഒരു ബാർലി വിഭവത്തിൽ നിന്നാണ് ഇത് രൂപപ്പെട്ടു വന്നത്. റെസ്റ്റോറൻറ്റ് ഏരിയ ആണ് ഫുള്ളിങ്ങനെ ഔട്ട് സൈഡ് ഏരിയ ആണ്. നല്ല രസമുണ്ട്. അപ്പോൾ പുലാവ് സെൻറ്ററിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പിന്നെ പോകാനുണ്ട്. ഇന്നലെ രാത്രി ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. രാത്രി വന്നിട്ട് നമ്മൾ പുലാവ് കഴിച്ചുകൂടാ. എല്ലാ ദിവസവും ഇവിടെയുള്ള റെസ്റ്റോറൻറ്റിൽ ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 3000-ഓളം ആളുകൾ എത്തിച്ചേരുന്നു എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരികയാണെങ്കിൽ ഈ ഒരു കൗണ്ടറിൽ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. ആ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ സീറ്റിൽ വന്നിരുന്നു കഴിഞ്ഞാൽ ഇവർ നമുക്ക് അവർ ആ വിഭവ സമൃദ്ധമായ പുലാവ് നമുക്ക് അവർ സെർവ് ചെയ്യും. ഇവിടെ ഉസ്ബെക്കിസ്ഥാൻ വിസിറ്റ് ചെയ്യുന്ന ഓരോ ആൾക്കാരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് ഈ ഉസ്ബെക്കിസ്ഥാൻ പുലാവ്. അതേപോലെ തന്നെ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ കാഴ്ചകൾ നമ്മൾ ഒരിക്കലും ബോറടിപ്പിക്കില്ല. ബേഷ് കുസോൺ പുലാവ് സെൻ്ററിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഈ താഷ്കണ്ട് TV ടവറിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഏകദേശം 375 മീറ്റർ ഉയരമുള്ള ഒരു ടവറാണ് ഈ താഷ്കണ്ട് ടെലിവിഷൻ ടവർ. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ 12ാമത്തെ ടവറാണ് ഈ ഒരു ടവർ. 1978 നിർമ്മാണം ആരംഭിച്ച ഈ ടവർ 6 വർഷമെടുത്ത് പൂർത്തിയാവാൻ. അങ്ങനെ 1985 ഇത് പൂർണ്ണമായും പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങിയത്. 1985 മുതൽ 1991 വരെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 4ാമത്തെ ടവറായിരുന്നു ഇത്. ഈ കാണുന്ന ഈ ടവർ ഒരു ലംബമായ കാൻഡിലിവർ ഘടനയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പൂർണ്ണമായും ഉരുക്കുകൊണ്ട് നിർമ്മിച്ച ഇതിൻ്റെ വാസ്തുവിദ്യ രൂപകൽപ്പന ചെയ്തത് ടെർവീവ് സാരുക്കോവാണ്. ഏകദേശം 40,000 ഉസ്ബെക്ക് സോമ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാണുന്ന ടവറിൻ്റെ മേലെ നിന്ന് നമ്മുടെ താഷ്കണ്ട് സിറ്റിയുടെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ ഒരു താഷ്കണ്ട് TV ടവർ. ഈ ബേഷ് കുസോൺ പുലാവ് സെൻ്ററിൻ്റെ കാഴ്ചകളും അതേപോലെ ആ TV ടവറിൻ്റെ കാഴ്ചകളും കണ്ടിട്ട് നമ്മൾ നേരെ ഇനി പോകുന്നത് ഇവിടെയുള്ള ഒരു താഷ്കണ്ട് മെഡിക്കൽ അക്കാഡമിയിലേക്കാണ് കേട്ടോ. ഉസ്ബെക്കിസ്ഥാനിൽ വരികയാണെങ്കിൽ നമുക്ക് ഇതേപോലുള്ള ബസ്സുകളിൽ നമുക്ക് ട്രാവൽ ചെയ്യാം. ഏകദേശം 2000 ഉസ്ബെക്ക് സോമാണ് അതിന് ഓരോ ആൾക്കും ടിക്കറ്റ് ചിലവ് വരുന്നത്. നമ്മളിപ്പോൾ താഷ്കണ്ട് മെഡിക്കൽ അക്കാഡമിയിലാണ് വന്നിട്ട് അഡ്മിഷൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ ചോദിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടുന്ന് ചോർസ് ബസാറിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ നമുക്ക് ബസ്സിന് വന്നിട്ടുണ്ട്.
താഷ്കണ്ട് മെഡിക്കൽ അക്കാഡമിയിലേക്കുമാണ്. ഇവിടെ നമുക്ക് അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ച് ചോദിക്കാം. എന്തായാലും ഇവിടെ ഒന്നല്ലേ വേണ്ട. ഇതാണ് എൻ്റെ കോൾ സെൻറ്റർ. ഈ നമ്പറിലൊക്കെ വിളിക്കുകയാണെങ്കിൽ അത് അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. ഈ താഷ്കണ്ട് മെഡിക്കൽ അക്കാഡമിയുടെ ക്യാമ്പസ് വളരെ വലിയൊരു ക്യാമ്പസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന സമയത്ത് അവിടെ ഒരു വെക്കേഷനായിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ ആരെയും കാണാത്തത്. ഈ കാണിക്കുന്ന ഈ ഒരു ഏജൻസികളുണ്ട്, ഈ ഏജൻസി ത്രൂ ആണ് നമുക്കവിടെ അഡ്മിഷന് നമുക്കവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഉസ്ബെക്കിസ്ഥാനിൽ ഈ താഷ്കണ്ട് സിറ്റിയിൽ നമുക്ക് എവിടെ പോകാനും നമുക്ക് ഒരു കാറിൻ്റെയോ ടാക്സിയുടെയോ ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യം പോലെയുള്ള ഈ മെട്രോ ട്രെയിനുകളും അതേപോലെ ഉള്ള ബസ്സുകളിൽ നമുക്ക് ഏത് ലൊക്കേഷനിലേക്കും വളരെ ഈസി ആയിട്ട് അതേപോലെ ചീപ്പായിട്ട് തന്നെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്ഥലമാണ് ഈ ഉസ്ബെക്കിസ്ഥാൻ. ഒരു താഷ്കണ്ട് ഫാർമസ്യൂട്ടിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് കേട്ടോ ഇവിടെ. ഇതൊക്കെ കാണാൻ ഭംഗിയുള്ള കുറേ മരങ്ങളുണ്ട് ഇവിടെ, നല്ല രസമുണ്ട് കാണാൻ. ഈ റോഡിൻ്റെ സൈഡിൽ ഇത് എനിക്ക് തോന്നുന്നത് ഈ ഫാർമസ്യൂട്ടിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ അടുത്ത് കുറേ മരങ്ങളൊക്കെ വെച്ച് നല്ല ഭംഗിയിൽ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളെപ്പോഴും ഉസ്ബെക്കിസ്ഥാനിൽ വരുമ്പോഴേ ടോട്ടലി ഡിഫറെൻ്റ് ആണ് ഇവിടെ നമുക്ക് കാണുന്ന ഏരിയകളൊക്കെ. അപ്പോൾ നമ്മൾ ഈ ഉസ്ബെക്കിസ്ഥാനിലുള്ള ഒരു കാത്തലിക് ചർച്ചിൻ്റെ അവിടേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഹോളി അസംഷൻ കാത്തലിക് ചർച്ചിൻ്റെ അവിടേക്കാണ് പോകുന്നത്. വളരെ വലിയൊരു സിഗ്നലാണ് കേട്ടോ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. സിഗ്നൽ ഭയങ്കര കോമഡിയാണ് കേട്ടോ. പെഡസ്ട്രീൻ്റെ ലൈറ്റ് കത്തിയാൽ പിന്നെ വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, അതൊരു പ്രശ്നമാണ് ഇവിടെ. അതാ നമ്മളിപ്പോൾ പോകുന്നത് ഹോളി അസംഷൻ കത്തീഡ്രൽ ചർച്ചിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. ഉസ്ബെക്കിലെ താഷ്കണ്ടിലുള്ള ഏറ്റവും വലിയൊരു ചർച്ചാണ്. ഒരുപാട് വർഷം പഴക്കമുള്ളൊരു കത്തീഡ്രൽ ചർച്ചാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കാണാനും ഓരോന്നും പ്രാർത്ഥിക്കാനാണ് നമുക്ക് പോകുന്നത്. താഷ്കണ്ട് സിറ്റിയുടെ മധ്യഭാഗത്തായാണ് ഈ കാണുന്ന ഹോളി അസംഷൻ കത്തീഡ്രൽ പള്ളി സ്ഥിതി ചെയ്യുന്നത്. താഷ്കണ്ടിൻ്റെ സൈനിക ആശുപത്രിയുടെ പ്രദേശത്ത് ഇത് നിർമ്മിക്കപ്പെട്ടത് 16ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലാണ്. ഈ കാണുന്ന കത്തീഡ്രൽ പള്ളിയുടെ സ്ഥാനത്ത് ഒരിക്കൽ ഒരു ചെറിയ പള്ളിയും ഒരു സൈനിക സെമിത്തേരിയുമാണ് ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ 1879 നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പള്ളിയുടെ നിർമ്മാണം പൂർത്തിയായത്. 2ാം ലോക മഹായുദ്ധകാലത്ത് ആശുപത്രി ആവശ്യങ്ങൾക്കായി ഈ പള്ളി ഉപയോഗിച്ചിരുന്നു. യുദ്ധം അവസാനിച്ചതിന് ശേഷം കത്തീഡ്രൽ വീണ്ടും തുറക്കുകയും താഷ്കണ്ടിലെ പ്രധാന ഒരു കത്തീഡ്രൽ പള്ളിയായി ഈ ഒരു പള്ളിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹോളി അസംഷൻ കത്തീഡ്രൽ ചർച്ചിൻ്റെ അവിടെയാണ് കേട്ടോ. 19ാം നൂറ്റാണ്ടിൽ പണിത ഒരു പള്ളിയാണ് ഇത് കണ്ടോ. നമ്മുടെ 2ാം ലോക മഹായുദ്ധ കാലത്തൊക്കെ ഒരു ഹോസ്പിറ്റലൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു പള്ളിയാണ് ഈ ഒരു പള്ളി. അപ്പോൾ അങ്ങനെയുള്ള ഒരു പള്ളിയാണ് നമ്മൾ വന്നത്. ഭയങ്കര ഒരുപാട് ഉള്ളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു പ്രത്യേക ഒരു ഫീലിങ്സാണ് നമുക്കവിടെ വരുമ്പോൾ കിട്ടുന്നത്. നമ്മൾ ജോർജിയക്ക് പോകുമ്പോൾ ഉള്ള പോലെ ഉള്ളൊരു ഓർത്തഡോക്സ് ചർച്ചാണ് ഉസ്ബെക്കിസ്ഥാനിൽ വന്നിട്ട് ഫസ്റ്റ് ചർച്ചാണ് കേട്ടോ. നമുക്ക് ഇവിടെ കൂടുതൽ മസ്ജിദാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു ചർച്ച് ഇവിടെ വരുന്ന ആൾക്കാർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്തോളൂ. നല്ലൊരു വൈബാണ് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ കാഴ്ച കണ്ടിട്ട് നമുക്കിനി അടുത്തൊരു സ്ഥലത്തേക്ക് നമ്മളിനി പോവാണ് കേട്ടോ. ആയിരത്തി 1974 മുതൽ ഉസ്ബെക്കിസ്ഥാൻ്റെ അഭിമാനമായിരുന്ന ഒരു ഹോട്ടലാണ് ഈ കാണുന്നത്, ഹോട്ടൽ ഉസ്ബെക്കിസ്ഥാൻ.
ഇപ്പോഴും അതിൻ്റെ ആ പ്രൗഢിക്ക് ഒട്ടും കുറവ് വരാതെയാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഇപ്പോൾ പല ഹോട്ടലുകളും പുതിയത് വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ആ ഒരു പഴമയും ആ ഒരു പഴയ കാലമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇപ്പോഴും നല്ലൊരു സർവീസാണ് ഈ കാണുന്ന ഉസ്ബെക്കിസ്ഥാൻ ഹോട്ടൽ പ്രദാനം ചെയ്യുന്നത്. താഷ്കണ്ട് സിറ്റിയിലെ ഒരു പ്രധാന സ്ക്വയറാണ് ഈ കാണുന്ന അമീർ തിമൂർ സ്ക്വയർ. ഈ സ്ക്വയറിൻ്റെ മധ്യഭാഗത്ത് 16-ാം നൂറ്റാണ്ടിലെ മികച്ച ഒരു കമാൻഡറും രാഷ്ട്രതന്ത്രജ്ഞനുമായ അമീർ തിമൂറിൻ്റെ ഒരു സ്മാരകമുണ്ട്. തൻ്റെ വളർത്തു കുതിരപ്പുറത്ത് സാമ്രാജ്യത്വ രാജകീയ മുദ്രയുള്ള അമീർ തിമൂറിൻ്റെ വെങ്കല രൂപമായിട്ടാണ് ഈ ഒരു സ്മാരകത്തെ പ്രതിനിധീകരിക്കുന്നത്. സ്മാരക സ്തംഭത്തിൽ അമീർ തിമൂറിൻ്റെ പ്രശസ്തമായ ഒരു മുദ്രാവാക്യം അധികാരം നീതിയിലാണ് എന്ന് 4 ഭാഷകളിൽ കൊത്തിവെച്ചിരിക്കുന്നു. ശില്പിയായ ഇർഖോം ജബ്രോവാണ് ഈ സ്മാരകം ഇവിടെ ഡിസൈൻ ചെയ്തത്. താഷ്കണ്ടിലെ ഒരു സിറ്റി ടൂറായിരുന്നു നമ്മളിവിടെ ചെയ്തത്. അതേപോലെ തന്നെ നമ്മുടെ റോഡ് ട്രിപ്പ് നാളെ മുതൽ ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മൾ റെൻ്റ് കാറെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ റെൻ്റ് കാറിൻ്റെ കൂടുതൽ വിശേഷങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി പുതിയൊരു എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഇനി നമ്മുടെ അടിപൊളി ഒരു ഉസ്ബെക്കിസ്ഥാൻ റോഡ് ട്രിപ്പാണ് ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.